ഗുഡ് മോർണിംഗ്, വെൽക്കം ടു ടീൻസ് കിച്ചൺ സീക്രട്സ്. നമ്മൾ ഇന്നൊരു മഷ്റൂം ഫ്രൈ ആണ് ഉണ്ടാക്കുന്നത്. അതിനാവശ്യമായിട്ടുള്ള മഷ്റൂം നമ്മൾ നന്നായിട്ട് വാഷ് ചെയ്യണം. വാഷ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ കുറച്ച് വെള്ളം എടുത്ത് അതിനകത്ത് ഉപ്പിട്ട് നന്നായിട്ട് കലക്കിയിട്ട് ഈ മഷ്റൂം അതിനകത്ത് ഒരു 10 മിനിറ്റ് കുതിർത്ത് വെക്കണേ. കാരണം അതിനകത്ത് എന്തെങ്കിലും വിഷാംശം വല്ലതും ഉണ്ടെങ്കിൽ പോകാൻ ഉപ്പിട്ട വെള്ളത്തിൽ കുറച്ച് നേരം മുക്കി വെക്കുന്നത് നല്ലതാണ്. അങ്ങനെ വേണം നമ്മൾ എടുക്കാൻ. കാരണം ഇതിനകത്ത് കുറച്ച് വെള്ളമൊക്കെ പിടിക്കും വെള്ളത്തിൽ ഇങ്ങനെ മുക്കി വെക്കുമ്പം. എന്നാലും സാരമില്ല, നമുക്ക് സമാധാനമായിട്ട് കഴിക്കാൻ പറ്റും അന്നേരം കേട്ടോ, വാഷ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ. പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ: ഒരു മീഡിയം സൈസ് സവോള, ഒരു പച്ചമുളക്, ഒരു 3-4 വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, 1/2 ടീസ്പൂൺ ക്രഷ്ഡ് ചില്ലി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പ്. പിന്നെ ഇതിനകത്ത് ഞാൻ കുറച്ച് ബട്ടറാണ് ചേർക്കുന്നത്. ബട്ടറും കുറച്ച് ഓയിലും കൂടെ ചേർക്കത്തുള്ളേ. നിങ്ങൾക്ക് ഓയിൽ മാത്രം ഉണ്ടാക്കിയാൽ മതിയെങ്കിൽ അങ്ങനെ ചെയ്യുക, അതിനൊന്നും ഒരു കുഴപ്പമില്ല കേട്ടോ. അതിലും ബട്ടർ ഇടുമ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റ് ഉണ്ട്. നമുക്കിത് കുക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാവേ. ഞാനൊരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തൊരു സ്വല്പം ഓയിൽ ഒഴിച്ച് കൊടുക്കാവേ. ഞാൻ കോക്കനട്ട് ഓയിലാണ് ഒഴിക്കുന്നത് കേട്ടോ. ഓയിൽ മാത്രം വെച്ച് വേണേലും നമുക്കിത് തയ്യാറാക്കാവുന്നേ ഉള്ളൂ. അതിനകത്ത് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കുക. ബട്ടർ നന്നായിട്ടൊന്ന് ഉരുകി വരട്ടെ. ആദ്യം ഇതിലേക്ക് നമ്മൾ ഈ ഗാർലിക് ഇട്ട് കൊടുക്കണേ. ഒരു മീഡിയം ഫ്ലെയിമേ വെക്കാവുള്ളൂ കേട്ടോ, ഹൈ ഫ്ലെയിം ഒന്നും വെക്കരുത്. ഈ ബട്ടർ കിടന്ന് ഈ ഗാർലിക് ഒന്ന് 1 മിനിറ്റ് ഒന്ന് വഴന്ന് വരണേ. അപ്പോഴത്തേന് ഇതിൻ്റെ ആ ഫ്ലേവറൊക്കെ നന്നായിട്ട് ഇതിനകത്തോട്ട് ഇറങ്ങും. ഇനി നമുക്കിതിലേക്ക് പച്ചമുളകും സവോളയും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റണേ. ഇതിന് ഒരുപാട് സമയമൊന്നും വേണ്ട കേട്ടോ ഈ മഷ്റൂം ഉണ്ടാക്കുന്നതിന്. കാരണം തീരെ വേവ് കുറഞ്ഞ ഒരു ഐറ്റമാണ് മഷ്റൂം. ഒരു 3-4 മിനിറ്റ് ഉണ്ടെങ്കിൽ അത് കുക്കായി കിട്ടും. ഇത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ നല്ലതായിട്ട് നല്ലൊരു ഡിഷാണിത്. മഷ്റൂം കൊണ്ട് നമുക്ക് പല ടൈപ്പ് കറികൾ ഉണ്ടാക്കാവുന്നതേ ഉള്ളേ. ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കണം. ഉപ്പിടുമ്പോൾ പെട്ടെന്ന് സവോള വഴന്ന് കിട്ടാനും നല്ലതാണ്. ഇനി നമുക്ക് ഇതിലേക്ക് പൊടികളെല്ലാം കൂടെ ചേർത്ത് കൊടുക്കാവേ. ക്രഷ്ഡ് ചില്ലി, കുരുമുളക്, മഞ്ഞൾപ്പൊടി. പൊടികൾ ചേർക്കുമ്പോൾ എപ്പോഴും ആ സിമ്മിലോട്ടൊന്നാക്കിയേക്കണേ ഫ്ലെയിം. ഇതിൻ്റെ ആ ഒരു പച്ച മണവും എല്ലാം ഒന്ന് മാറിക്കിട്ടണേ. ഈ സമയം നമുക്ക് ഉപ്പൊക്കെ ഒന്ന് നോക്കിയേക്കണേ. ഒരു 2 മിനിറ്റ് വഴറ്റുമ്പോൾ ആ കുരുമുളകിൻ്റെയും ക്രഷ്ഡ് ചില്ലിയുടെയൊക്കെ ആ ഒരു റോ ടേസ്റ്റൊക്കെ മാറിക്കിട്ടും നമുക്ക്. ഇനി നമുക്ക് ഇതിലേക്ക് മഷ്റൂം ഇട്ട് കൊടുക്കാം. കൂണൊക്കെ പെട്ടെന്ന് കുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം കേട്ടോ. ഒരുപാട് കുക്കിംഗ് ടൈം ഒന്നും ആകത്തില്ല ഇതിന്. ഈ കൂൺ ഇട്ട് കഴിഞ്ഞ് ഹൈ ഫ്ലെയിമിലേക്ക് ആക്കിയേക്കണം. ഹൈ ഫ്ലെയിമിൽ ഇട്ടില്ലെങ്കിൽ ഒരുപാട് വെള്ളം ഇറങ്ങാൻ സാധ്യതയുണ്ട്. ഈ കൂണിനകത്തുനിന്ന് വരുന്ന വെള്ളമേ. അപ്പം നമ്മൾ ഒരു 1-2 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ആ വെള്ളമൊക്കെ പെട്ടെന്ന് വറ്റിപ്പോവും. അല്ലാന്നുണ്ടെങ്കിലുണ്ടല്ലോ ഇതങ്ങ് വല്ലാതെ കുഴഞ്ഞു പോകും. കാരണം ഇതിനകത്ത് തീരെ വേവ് കുറഞ്ഞ ഐറ്റം അല്ലേ. എന്നാലും ആ വെള്ളം കുറേശ്ശെ ഇറങ്ങും. അത് നമ്മൾ ഫ്ലെയിം കൂട്ടിയിട്ട് കൊടുത്താൽ പെട്ടെന്ന് വറ്റിപ്പോക്കോളും. നമ്മുടെ കൂൺ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വെള്ളം എല്ലാം വറ്റി 2-3 മിനിറ്റ് ഞാനിങ്ങനെ അടച്ചൊന്നും വെച്ചില്ല, തുറന്ന് തന്നെ ഇട്ടങ്ങ് വേവിക്കുമായിരുന്നേ. അപ്പം നമ്മുടെ മഷ്റൂം ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, വെള്ളം എല്ലാം വറ്റിയിട്ടുണ്ട്. ഇതിനധികം കുക്കിംഗ് ടൈം ഇല്ല, കാരണം വളരെ സോഫ്റ്റ് ആയിട്ടുള്ള സാധനമല്ലേ കൂൺ. ഇനി നമുക്ക് ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്തേക്കാവേ. ഇത് ശരിക്കും സ്പൈസി ആയിട്ടുള്ള ഒരു ഡിഷാണ്, അതുകൊണ്ടാണ് ഞാൻ പച്ചമുളകും കൂടെ ചേർത്തേക്കുന്നത്. നിങ്ങൾക്ക് അധികം എരിവ് വേണ്ടെങ്കിൽ അത് അവോയ്ഡ് ചെയ്യാം. നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള മഷ്റൂം ഫ്രൈ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇത് ചോറിൻ്റെയും ചപ്പാത്തിയുടെയും കൂടെയൊക്കെ വളരെ നന്നായിട്ട് പോകുന്ന ഒരു ഡിഷാണ്. വളരെ ടേസ്റ്റിയാണ്, വളരെ ഈസിയാണ് ഉണ്ടാക്കാൻ. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അടുത്ത ഒരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക് യു.